പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്നുള്ളത് ഇന്ത്യൻ ജോഗ്രഫി ക്വസ്റ്റ്യൻ, അതായത് മുൻവർഷ ചോദ്യങ്ങളെയും അനുബന്ധ വിവരങ്ങളെയും കുറിച്ചിട്ടാണ്. അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തൊക്കെ ചോദ്യങ്ങളാണ് ഈ ഒരു പ്രീവിയസിൽ വന്നിരിക്കുന്നത് നോക്കാം. ഒന്നാമത്, മൗണ്ട് കെ2 സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ് എന്നുള്ളതാണ്. അതെവിടെയാണ്? അത് കാറക്കോറം മലനിരകളിലാണ്. അപ്പോൾ ഹിമാലയൻ മലനിരകളെക്കുറിച്ച് മറ്റുള്ള ചോദ്യങ്ങളിലൂടെ പോകുമ്പോൾ മൗണ്ട് കെ2 സ്ഥിതി ചെയ്യുന്നത് കാറക്കോറം നിരകളിലാണ്. കൃഷ്ണഗിരി എന്ന സംസ്കൃത കൃതികളിൽ പരാമർശിക്കുന്ന പർവ്വതനിരയാണ് കാറക്കോറം. റുഡ്യാർഡ് കിപ്ലിങ്ങിൻ്റെ കിം എന്ന നോവലിൽ പരാമർശിക്കുന്ന ഒരു പർവ്വതനിര കൂടിയാണ് കാറക്കോറം. കൈലാസം കൊടുമുടി ചെയ്യുന്ന രാജ്യം ഏതാണ്? തിബറ്റാണ്. ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഭാഗമായുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീരിൻ്റെ വടക്കും വടക്ക് കിഴക്കുമായി സ്ഥിതി ചെയ്യുന്ന ഒരു പർവ്വത മേഖലയാണ് ട്രാൻസ് ഹിമാലയൻ പർവ്വതമേഖല. ഇനി വരുന്നത് വടക്ക് കിഴക്കൻ മലനിരകളാണ്. ഒന്ന് ട്രാൻസ് ഹിമാലയൻ നിരകൾ, മറ്റേത് വടക്ക് കിഴക്കൻ മലനിരകളാണ്. ഉത്തര പർവ്വത മേഖലയിലെ വടക്ക് കിഴക്കൻ മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട കുന്നുകളാണ് ഖാസി, ഖാരോ, ജേന്ത്യ, മിസോ, നാഗ, പടുക്കായ് മുതലായവയാണ്. മൗസിൻറാം സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് ഖാസി. അരുണാചൽ പ്രദേശിനും മ്യാൻമറിനും ഇടയിൽ അന്താരാഷ്ട്ര അതിർത്തിയായി നിലകൊള്ളുന്ന ഒരു പർവ്വത ഭാഗമാണ് പദ്കായ്-ബം. മണിപ്പൂരിനും മ്യാൻമറിനും ഇടയിൽ അന്താരാഷ്ട്ര അതിർത്തിയായി നിലകൊള്ളുന്ന കുന്നുകളാണ് മണിപ്പൂർ കുന്നുകൾ. ഇന്ത്യക്കും മ്യാൻമറിനും ഇടയിൽ നീർമറി ആയി സ്ഥിതി ചെയ്യുന്ന കുന്നുകളാണ് പദ്കായ്-ബോം. നാഗ കുന്നുകളുമാണ്. ലൂഷായ് കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് മിസോറാം. അപ്പം എന്തൊക്കെയാണ്? സിന്ധു നദി സത്ലജ് നദിയുടെ പോഷക നദിയാണ്. സിന്ധു നദിയുടെ പോഷക നദിയാണ് സത്ലജ്. ഇപ്പോൾ സിന്ധു നദിയുടെ പോഷക നദികളെന്ന് പറയുമ്പം ഏതൊക്കെ വരുന്നുണ്ട്? ബിയാസ് വരുന്നുണ്ട്. ഒന്ന് ബിയാസ്, സത്ലജ്, ചിനാബ്, രവി, ജലം ഇവയൊക്കെയാണ്. ചിനാബ്, രവി, ജലം, സത്ലജ്, ബിയാസ് ഇവയൊക്കെയാണ്. അപ്പം ഹിമാലയൻ നദികളിൽ പെടുന്നവയാണ്. സിന്ധു നദി എന്ന് പറയുന്നത് ഹിമാലയൻ നദികളിൽ പെടുന്നവയാണ്. സിന്ധു എന്ന സംസ്കൃത പദത്തിൻ്റെ അർത്ഥം സമുദ്രം അല്ലെങ്കിൽ നദി എന്നുള്ളതാണ്. പിന്നെ ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്ന നദിയാണ് സിന്ധു നദി. ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന നദി എന്നറിയപ്പെടുന്നതും സിന്ധു നദിയാണ്. പാകിസ്ഥാനിൽ സിന്ധു നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു ഡാമാണ് ടർബേല ഡാം എന്ന് പറയുന്നത്. ഇപ്പോൾ സിന്ധു, സരസ്വതി, ജലം, ബിയാസ്, ചിനാബ്, സത്ലജ്, രവി എന്നിവ ചേർന്ന് അറിയപ്പെടുന്നൊരു പേരാണ് സപ്തസിന്ധു എന്നാണ്. അപ്പോൾ സിന്ധു, സരസ്വതി, ജലം, ബിയാസ്, ചിനാബ്, സത്ലജ്, രവി ഇവയെല്ലാം ചേർന്ന് അറിയപ്പെടുന്ന പേരാണ് സപ്തസിന്ധു. ഋഗ്വേദത്തിൽ പരാമർശിക്കുന്ന 7 പുണ്യ നദികളാണ് സിന്ധു, സരസ്വതി, ബിയാസ്, രവി, സത്ലജ്, ജലം, ചിനാബ് ഇവയാണ്. സിന്ധു, സരസ്വതി, ബിയാസ്, രവി, സത്ലജ്, ജലം, ചിനാബ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചത് എപ്പോഴാണ്? അപ്പോൾ എപ്പോഴാണ് സിന്ധു നദീജല കരാർ? 1960 സെപ്റ്റംബർ 19 കറാച്ചിയിൽ വെച്ച് ഇന്ത്യയും പാകിസ്ഥാനും ചേർന്ന് ഒപ്പുവെച്ച ഒരു കരാറാണ് സിന്ധു നദീജല കരാർ. അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും ഒപ്പുവെച്ച ഒരു കരാറാണ് സിന്ധു നദീജല കരാർ. 1960 സെപ്റ്റംബർ 19 ഇപ്പോൾ സിന്ധു നദീജല കരാർ പ്രകാരം ഇന്ത്യക്ക് ഏതെല്ലാം നദികളിൽ നിന്നാണ് ജലം എടുക്കാനുള്ള അവകാശം? ഇപ്പോൾ സത്ലജും ബിയാസുമാണ്. സത്ലജ്, ബിയാസ്, രവി. അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാന് ഏതൊക്കെ ജലത്തിനാണ് അവകാശം വരുന്നത്? സിന്ധു, അതുപോലെ ജലം, ചിനാബ്. സിന്ധു, ജലം, ചിനാബ് പാകിസ്ഥാൻ്റെതും സത്ലജ്, ബിയാസ്, രവി ഇന്ത്യയുടേതുമാണ്. സത്ലജ്, ബിയാസ്, രവി. സത്ലജ്, ബിയാസ്, രവി എന്നിവ ഇന്ത്യക്കാരുടേതും സിന്ധു, ജലം, ചിനാബ് എന്നിവ പാകിസ്ഥാൻ്റെയും കരാറിൽ ഉൾപ്പെട്ടതാണ്. അപ്പോൾ സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത് കാശ്മീരിലെ നംഗ പർവ്വതത്തിനടുത്ത് വെച്ചിട്ടാണ്. പിന്നെ പാകിസ്ഥാൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന സിന്ധു നദിയാണ്. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ നദി സിന്ധു നദിയാണ്. പാകിസ്ഥാൻ്റെ ദേശീയ നദി സിന്ധു നദിയാണ്. അപ്പോൾ സിന്ധുവിൻ്റെ പോഷക നദികൾ ഏതൊക്കെയാണ്? ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ഇന്ത്യയിൽ സിന്ധു നദി കടന്നു പോകുന്ന പ്രധാനപ്പെട്ട സ്ഥലമാണ് ലഡാക്ക്. സിന്ധു നദി ചുറ്റി ഒഴുകുന്ന ഇന്ത്യയിലെ ഒരു പട്ടണമാണ് ലേ എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പടിഞ്ഞാറുള്ള നദിയാണ് സിന്ധു നദി. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏക ഹിമാലയൻ നദി സിന്ധു നദിയാണ്. അറബിക്കടലിൽ പതിക്കുന്ന ഏക
ഹിമാലയൻ നദി എന്ന് പറയുന്നതും സിന്ധു നദിയാണ്. സിന്ധു നദി ഒഴുകുന്ന ഏക ഇന്ത്യൻ സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ. ഇനി ബിയാസിൻ്റെ പ്രത്യേകതകൾ. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷക നദിയാണ് ബിയാസ്. പൂർണ്ണമായിട്ടും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷക നദിയാണ് ബിയാസ്. സിന്ധുവിൻ്റെ ഏറ്റവും ചെറിയ പോഷക നദിയാണ് ബിയാസ്. സിന്ധുവിൻ്റെ ഏറ്റവും ചെറിയ പോഷക നദിയാണ് ബിയാസ്. ബിയാസിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് റോങ്ടാങ് ചുരത്തിൽ നിന്നാണ്. പിന്നെ ഈ വേദങ്ങളിൽ അർജികുജ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ബിയാസിനെയാണ്. രവി ബിയാസ് നദീജല ട്രൈബ്യൂണൽ സ്ഥാപിക്കുന്നത് 1986 പോങ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ബിയാസിലാണ്. ഇനി സത്ലജിൻ്റെ പ്രത്യേകതകളിലേക്ക് വരുമ്പോൾ ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധു നദിയുടെ ഏറ്റവും നീളം കൂടിയ നദിയാണ്, നീളം കൂടിയ പോഷക നദിയാണ് സത്ലജ്. ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധു നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ് സത്ലജ്. തിബറ്റിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധുവിൻ്റെ പോഷക നദിയാണ് സത്ലജ്. ഷിപ്കില ചുരത്തിലൂടെ ഇന്ത്യയിൽ പ്രവേശിക്കുന്ന നദിയാണ് സത്ലജ്. സിന്ധു നദിയുടെ പോഷക നദികളിൽ ഏറ്റവും തെക്കുഭാഗത്തായി ഒഴുകുന്ന നദിയും എന്താണ്? സത്ലജ് നദിയാണ്. അപ്പോൾ സത്ലജിനെ യമുന നദിയുമായി ബന്ധിപ്പിക്കുന്ന ഒരു കനാൽ പദ്ധതിയാണ് സത്ലജ് യമുന ലിങ്ക് കനാൽ എന്നറിയപ്പെടുന്നു. അപ്പോൾ തിബറ്റിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് സത്ലജ്. ഷിപ്കില ചുരത്തിലൂടെയാണ് ഇന്ത്യയിലെത്തുന്നത്. ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധു നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ് സത്ലജ്. ഇന്ദിരാഗാന്ധി കനാൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സത്ലജിലാണ്. സിന്ധു നദിയുടെ പോഷക നദികളിൽ ഏറ്റവും തെക്കു ഭാഗത്തായിട്ട് ഒഴുകുന്നതും എന്താണ്? അത് സത്ലജ് നദിയാണ്. ഇനി ഗ്രീക്ക് പുരാണങ്ങളിലെ ഒരു ഹൈഫാസിസ് എന്നറിയപ്പെടുന്ന നദിയാണ് ബിയാസ്. ഗ്രീക്ക് പുരാണങ്ങളിൽ ഹെസിഡ്രോൺ എന്നറിയപ്പെടുന്നത് സത്ലജാണ്. ഗ്രീക്ക് പുരാണങ്ങളിൽ ഹെസിഡ്രോസ് എന്നറിയപ്പെടുന്നത് സത്ലജാണ്. അടുത്ത ചിനാബിനെ കുറിച്ച് നോക്കുമ്പോൾ ചന്ദ്രഭാഗ എന്നീ നദികൾ യോജിച്ച് രൂപം കൊള്ളുന്ന ഒരു നദിയാണ് ചിനാബ് നദി. ദുൽഹസ്തി പവർ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് ചിനാബിലാണ്. ചിനാബ് നദിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഡാമാണ് ബഗ്ലിഹാർ ഡാം. അപ്പോൾ സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ആണ് ചിനാബ്. അപ്പോൾ സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചിനാബ്. ഇപ്പോൾ രവി എന്ന് പറയുന്നത് രവി നദിയുടെ ഉദ്ഭവസ്ഥാനം ഹിമാചൽ പ്രദേശിലെ കുളു മലകളിൽ നിന്നാണ്. പിന്നെ തേൻ ഡാം, രഞ്ജിത്ത് സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് രവി നദിയിലാണ്. ലാഹോറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് രവി നദിയാണ്. നൂർജഹാൻ്റെയും ജഹാംഗീറിൻ്റെയും ശവകുടീരത്തിൽ സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് രവി നദി. അപ്പോൾ സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ കേന്ദ്രമായ ഹാരപ്പ നിലനിന്നിരുന്നതും ഈ രവിയിലാണ്. അടുത്തത് ജലം നദിയാണ്. കാശ്മീരിലെ മൂളാർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദിയാണ് ജലം നദി. കാശ്മീരിലെ മൂളാർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്നതാണ് ജലം നദി. ജമ്മു കാശ്മീരിൻ്റെ തലസ്ഥാനമായ ശ്രീനഗർ സ്ഥിതി ചെയ്യുന്നത് ജലം നദിയുടെ തീരത്താണ്. ജമ്മു കാശ്മീരിൻ്റെ ഉറി പവർ പ്രൊജക്റ്റ് സ്ഥിതി ചെയ്യുന്നതും ജലം നദിയിലാണ്. കാശ്മീർ താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയാണ് ജലം നദി. മഹാനായ അലക്സാണ്ടറും പോറസ് രാജാവും തമ്മിലുള്ള ചരിത്രപ്രസിദ്ധമായ യുദ്ധം നടന്ന നദീതീരമാണ് ജലം നദീതീരം. കിഷൻ ഗംഗ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജലം നദിയിലാണ്, ജലം നദീതീരത്താണ്. അപ്പം ജലം നദിയുടെ പ്രത്യേകതയായി പറയുന്നത് ജമ്മു കാശ്മീരിലെ ഉളാർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദിയാണ്. ജമ്മു കാശ്മീരിൻ്റെ തലസ്ഥാനമായ ശ്രീനഗർ സ്ഥിതി ചെയ്യുന്നതാണ്. പിന്നെ ഉറി പവർ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് ജലം നദിയിലാണ്. കാശ്മീർ താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയാണ്. മഹാനായ അലക്സാണ്ടറും പോറസ് രാജാവും തമ്മിലുള്ള ചരിത്ര പ്രസിദ്ധമായ യുദ്ധം നടന്നത് ജലം നദിയിലാണ്. കിഷൻ ഗംഗ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നതും ജലം നദിയിലാണ്.